നിങ്ങൾ ജോബ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൽ പോർട്രേ ചെയ്യാൻ പറ്റുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കുള്ളിലുള്ള ക്വാളിറ്റീസ്, നമുക്ക് ആ ജോബിൽ വേണ്ട ക്വാളിറ്റീസും നമ്മുടെ എക്സ്പീരിയൻസും നമുക്ക് അതിനകത്ത് നല്ല രീതിയിൽ പോർട്രേ ചെയ്യാൻ പറ്റണം. നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവറിന് അതെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം ത്രൂ അവർ ആൻസേഴ്സ്. നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ കോൺഫിഡൻസ്, നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള നോളജ്, ആ ഒരു ഫീൽഡിനെ പറ്റിയുള്ള നോളജ്, ഇതെല്ലാം നമ്മുടെ ആൻസേഴ്സിൽ ക്ലിയർ കട്ടായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ ആലോചിക്കാൻ മനസ്സിലാക്കാൻ പറ്റും, ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 15 to 30 മിനിറ്റ്സ് ആണ്. ഈ ഒരു 15 to 30 മിനിറ്റ്സ് വരുന്ന ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വഴി മാത്രമാണ് അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളെ പറ്റി കൂടുതൽ നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് നമ്മളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. നമ്മൾ നോളജബിൾ ആണ്, നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഷോക്കേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആൻസേഴ്സും അത്രത്തോളം നന്നായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തനിയെ തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. തനിയെ പറഞ്ഞു നോക്കുക, ഒരു ആൻസേഴ്സ് റിവൈസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ പ്രിപ്പറേഷന് പുറമെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടീനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷനിൽ കവർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളെ തന്നെ ബെറ്റർ ആയിട്ട് ഇൻ്റർവ്യൂവിൽ പോർട്രേ ചെയ്യേണ്ടത്, ആ ഒരു ഇൻ്റർവ്യൂവറിന് നമ്മുടെ പ്രൊഫൈലിലേക്ക് ഇംപ്രഷൻ വരാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത്, ടെക്നിക്കലി നമ്മൾ എന്തൊക്കെ പറയണം, പ്രൊഫഷണലി നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ തന്നെ ഷോക്കേസ് ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒന്നുകിൽ തനി പ്രിപ്പയർ ചെയ്യാം, അല്ല നിങ്ങളൊരു വേറൊരാളുടെ ഹെൽപ്പ് വേണം, വേറൊരു സർവീസ് എടുക്കണമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞാൻ ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻസിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടാവും. സോ ഫസ്റ്റ് തിങ്, ഈ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബിക്കോസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളെ തന്നെ നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു പോസ്ചർ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തിന് ഡീൽ ചെയ്യുന്നത്, നമ്മൾ ഓരോ കാര്യവും എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, നമുക്കൊരു കാര്യം പ്രോപ്പർലി ആ ഒരു ഇൻ്റർവ്യൂവറിന് കൺവേ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. ബിക്കോസ് നമുക്കൊരു കാര്യം പ്രോപ്പർലി കൺവേ ചെയ്ത് ഒരാളെ മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്തും നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തും നമുക്കൊരു കാര്യം പ്രോപ്പർലി കൺവേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ പ്രോപ്പർലി നമുക്കത് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ പ്രൊഫഷണലിസം ഇൻ അവർ ലുക്ക്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സെക്കൻഡ് പോയിന്റ് ഇസ് പോസ്ചർ. തേർഡ് പോയിന്റ് ഇസ് പ്രാക്ടീസ്. പ്രാക്ടീസ് യുവർ ക്വസ്റ്റ്യൻസ് ബിഫോർ യു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ. നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസസ് നിങ്ങൾ കൺവേ ചെയ്യുന്നത്. മേ ബി അവർ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും, നിങ്ങളുടെ പ്രീവിയസ് ജോബിനെ പറ്റിയും നിങ്ങൾ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചെയ്തു, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾക്കൊരു ഫിക്സ്ഡ് ആൻസർ, കോൺഫിഡൻറ്റ് ആൻസർ ഉണ്ടാവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ആൻസേഴ്സും നിങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളല്ലാതെ പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലോ ഉണ്ടാവത്തില്ല. വീൽ ഓൾസോ ബി സ്ട്രഗ്ലിംഗ് നമ്മുടെ ആൻസർ പറയാനായിട്ട്. അപ്പോൾ തന്നെ അവർക്കൊരു റിലവൻറ്റ് എക്സ്പീരിയൻസ് തോന്നത്തില്ല, നമ്മളിൽ കോൺഫിഡൻസ് അവർക്ക് തോന്നത്തില്ല. ഈ ഇത്രയും റീസൺസ് മതി ചിലപ്പോൾ നമുക്ക് ജോബ് കിട്ടാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മളിന്ന് കറക്റ്റ് ചെയ്ത് പോകുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു പോസിറ്റീവ് മൈൻഡഡ് പേഴ്സൺ ആണ്, നിങ്ങളെല്ലാം ഒരു പോസിറ്റീവ് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള ഒരു വൈബും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അവർ നമ്മുടെ കഴിഞ്ഞ കമ്പനീനെ പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ ആ കമ്പനി ലീവ് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പുതിയൊരു ജോബ് നോക്കുന്നു, ഫൈൻ, യു ക്യാൻ ബി ജെനുവിൻ ആൻഡ് യു ക്യാൻ ടെൽ ദ ട്രൂത്ത്. പക്ഷേ ടെൽ ഇറ്റ് ഇൻ എ ഗുഡ് വേ. അല്ലാതെ ആ നേരത്തെ വർക്ക് ചെയ്ത കമ്പനീനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കാണിക്കാതെ, അവിടെ ഇപ്പോൾ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ആ കമ്പനി കുറച്ച് ടോക്സിക് ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു റീസൺ എങ്കിലും കൺവേ ഇറ്റ് ഇൻ എ ഗുഡ് വേ ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഈ ടൈം എനിക്ക് പുതിയൊരു കമ്പനിയിലേക്ക് മൂവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി, ആൻഡ് അവിടെ ഇപ്പം ഞാൻ ഇത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നു, അവിടെ പുതിയ ചാലഞ്ചസ് ഇല്ല. ഇറ്റ് ഇസ് ലൈക്ക് ചാലഞ്ചസ് ഇല്ല എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ആ കമ്പനിയുടെ നെഗറ്റീവ് ആവുന്നില്ലല്ലോ. അതെല്ലാം നമ്മൾ നോക്കുന്നതാണ്, നമ്മുടെ പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്ന ഓരോ കാര്യങ്ങളാണ്. സോ അങ്ങനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ പോർട്രേ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസും എന്തുകൊണ്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴും ഒരു പോസിറ്റീവ് രീതിയിലത്തെ ആൻസേഴ്സ് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ കൺവേ ചെയ്യാൻ നോക്കുക. ടോട്ടലി ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പോസിറ്റീവ് വൈബൊക്കെ നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെയിം വേ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻ്റർവ്യൂ. ആഫ്റ്റർ ദ ഇൻ്റർവ്യൂ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. എഫേർട്ട് മാറ്റേഴ്സ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും എഫേർട്ടാണ്. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഇടുന്നു, ആ ഒരു ജോബ് കിട്ടാൻ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു എന്നുള്ളത് പല രീതിയിൽ ആ ഒരു കമ്പനി ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലെല്ലാം നമ്മുടെ ഒരു എഫേർട്ട് നമ്മൾ കാണിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ജോബിൽ കയറാൻ പറ്റത്തുള്ളൂ. പെട്ടെന്നൊരു ജോബിൽ കയറുന്ന കാര്യത്തിനുപരി നല്ലൊരു കമ്പനി എപ്പോഴും ക്വാളിറ്റി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും നോക്കുന്നത്. അത് അവർ ടെക്നിക്കലി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ളോ എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവർ എങ്ങനെയായിരിക്കും ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാവാം. പല രീതിയിൽ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഈ പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങളുടെ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഇൻ്റർവ്യൂ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നതും ഒരു സ്കില്ല് തന്നെയാണ്. ചിലവർക്കൊന്നും ഈ പറഞ്ഞ ഇൻ്റർവ്യൂ ഹാൻഡിൽ ചെയ്യുന്നത്
ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ല് തന്നെയാണ്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ വേണമെന്നുള്ളത് ഒരു 80% ഓഫ് ആൾക്കാരും അത് മനസ്സിലാക്കാറില്ല. നമ്മൾ ആ ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എഫേർട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഹെൽപ്ഫുൾ ആവത്തേ ഉള്ളൂ. ദീസ് ആർ ദ തിങ്സ് യു വാണ്ട് ടു കീപ്പ് ഇൻ യുവർ മൈൻഡ് ബിഫോർ അറ്റൻഡിങ് ആൻ ഇന്റർവ്യൂ. ഈ പോയിന്റ്സ് എല്ലാം ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും. ഇതുവരെ നമുക്ക് നമ്മുടെ ടെക്നിക്കൽ ഇന്റർവ്യൂ സെഷൻസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിലും എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിലും ഓൾവേസ് ഐ ടെൽ ദം ഓൾ ദീസ് പോയിന്റ്സ് ആൻഡ് നമ്മളിത് കണ്ടിന്യൂസ്ലി നമ്മളും കൂടെ ചെയ്തു വരണം. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ്. ദർ ആർ മെനി അതർ പോയിന്റ്സ് യു ഹാവ് ടു കൺസിഡർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഷുവറായിട്ട് നമുക്കൊരു ഹയർ പൊസിഷൻ ജോബിലേക്ക് നല്ലൊരു കമ്പനിയിലത്തെ ഇന്റർവ്യൂ നമുക്ക് ക്രാക്ക് ചെയ്ത് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോസ് യൂസ്ഫുൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ദോസ് ടോപ്പിക്സ് ഇൻ ദ കമൻറ്റ്സ്. Also, subscribe this channel. I'll be updating more videos in the coming days. Also, if you like this video, like and share to the people who is going to attend the interview. Stay tuned for the next video.